മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ, ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ സുപ്രധാന ഘടകകക്ഷിയായ CPIയുടെ അഭിപ്രായങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് CPI ഏത് CPI എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ പോലും അറിയാതെ, മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ ഡൽഹിയിൽ അയച്ച് PMC പദ്ധതിയിൽ CPM ഒപ്പുവെപ്പിച്ചത്. ഈ പണ്ട് CPM BJP ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ M ആണ്. ഇപ്പോൾ CPM BJP ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. അതാണ് വ്യത്യാസം. ഞങ്ങൾ പറഞ്ഞു, പണം മേടിക്കുന്നതിലല്ല കുഴപ്പം, RSSന്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. അതിനെ എതിർക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഒരു ഡിസന്റ് നോട്ട് പോലും കൊടുത്തിട്ടില്ല. ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടാണ് വിദ്യാഭ്യാസം. കോൺഗ്രസ് അതിശക്തമായി ഈ PMC പദ്ധതിയുടെ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന അതിശക്തിയായി എതിർത്തിട്ടുള്ള പാർട്ടിയാണ് നേരത്തെ മുതൽ തന്നെ. ഈ പദ്ധതി കൺകറന്റ് ലിസ്റ്റിലുള്ള, സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇത് കുറച്ച് സ്കൂളുകൾക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് തന്നെ രണ്ട് തരം സ്കൂളുകൾ വരിക. NEP-യെ അടിച്ചേൽപ്പിക്കുകയാണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ, പുതിയ പോളിസിയെ. ഇതിനൊന്നും ഒരു തരത്തിലുള്ള, ഇതെല്ലാം വലിയ വീരവാദം മുഴക്കിയതാണ് നേരത്തെ. ഇതുപോലെ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി, അത് കേന്ദ്ര സർക്കാരിന്റെ പേര് എഴുതി വെക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി മുഴക്കിയത്. ഇപ്പോൾ 1.5-2 കൊല്ലം പണം മേടിക്കാതെ ഇപ്പൊ പണം മേടിച്ചാൽ അതിപ്പോൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും എല്ലാ സംഘടനകളും അതിശക്തിയായി ഇതിനെ എതിർത്തു. CPM ഇതിനെ എതിർത്തു. CPM കേന്ദ്ര കമ്മിറ്റി അതിനെതിരായ നിലപാടെടുത്തു. CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനെതിരായിട്ട് പോലുമാണ് CPM ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിസഭ PMC പദ്ധതിയിൽ ഇങ്ങനൊരു നിലപാട്, ആരോടും ആലോചിക്കാതെ ഒറ്റയ്ക്കൊരു പാർട്ടി, ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ, പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്തത്. ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം. കാരണം CPM-ന് ഇപ്പോൾ CPI-യേക്കാൾ വലുതാണ് BJP.